നമുക്കെല്ലാവർക്കും ഗോൾസും പ്ലാൻസും ഒക്കെ ഉണ്ടാവും. പണ്ടൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ സൂക്ഷിക്കുമായിരുന്നു. ചെറുപ്പത്തിലൊക്കെ ഇന്നതാവണം വലുതാവുമ്പോൾ. നമ്മൾ മനസ്സിലിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും. പിന്നെ പിന്നെ വലുതായി വരുംതോറും അല്ലെങ്കിൽ ഓരോ അപ്ഡേഷൻസ് വരുംതോറും ഡയറിയില്, പ്ലാനറില്, ബുക്കിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി. പിന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ഫോണിൽ കുറിച്ചിടും, വാൾപേപ്പർ ആക്കും. അങ്ങനെ വിഷൻ ബോർഡ് എന്ന് പറയുന്ന ക്രിയേറ്റീവ് ആയിട്ട് അതിന്റെ ഓരോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലെവൽസ് വന്നു തുടങ്ങി. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഒന്നോ അതിലധികമോ എന്തെങ്കിലും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് കുറിച്ച് വെക്കുക നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ. ചിലവർ പറയും നമ്മുടെ റൂമിലൊക്കെ ഒട്ടിച്ച് വെക്കുക, നേരം വെളുത്ത് നമ്മൾ എണീക്കുമ്പോൾ അത് കണ്ടെണീക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിലത് പതിയണം, ആഗ്രഹം തോന്നണം, മാനിഫെസ്റ്റ്, ലോ ഓഫ് അട്രാക്ഷൻ, അങ്ങനെ പല ടേംസിലും അതിങ്ങനെ വിളിക്കാനൊക്കെ തുടങ്ങി. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഗോൾസും അച്ചീവ്മെന്റ്സും ഒക്കെ നമ്മളിങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ഒരു വിഷൻ ബോർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ ആഗ്രഹങ്ങളുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ പ്രിന്റ് എടുത്ത് ഒട്ടിച്ചു വെക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് അച്ചീവ് ചെയ്യണം, സക്സസ് ചെയ്യണം. പക്ഷെ നമ്മളിങ്ങനെ വിഷൻ ബോർഡ് ഉണ്ടാക്കി വച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? അതിനൊരു ഡ്യൂ ഡേറ്റും കൂടി വേണം. ഏതെങ്കിലും ഒരു കാര്യം ഇത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നൊരു ഡ്യൂ ഡേറ്റ് വെക്കുക. ഇപ്പൊ ഒരു 6 മാസത്തെ വിഷൻ ബോർഡാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഏതെല്ലാം മേഖലകളിൽ എന്തെല്ലാം നേടണം എന്നൊരു ക്ലിയർ കട്ട് ആയിട്ട് ഓരോ നമ്മുടെ ഗോള് അതിനകത്ത് ഇങ്ങനെ പടം ആയിട്ട് ഒട്ടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ഇത്ര മാസം നമ്മൾ ഡ്യൂ ഡേറ്റ് ഇട്ടിട്ട് അതിന്റെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയും എന്ന് തോന്നുന്നത് മാക്സിമം അതിനകത്ത് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും നമ്മുടെ ആ ഒരു ടു ഡു ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് തീർക്കാൻ കഴിയുന്നതായിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം, നമുക്ക് ആവശ്യമുള്ളതായിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഇപ്പോൾ പെട്ടെന്ന് ഒരു 10,000 രൂപയുടെ ആവശ്യം ഒരു 3 മാസം കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു 10,000 അല്ലെങ്കിൽ അതിന് മേളിലായിട്ടുള്ള ഒരു ഗോള് ഫിക്സ് ചെയ്ത് ആ ഫിനാൻഷ്യൽ കാര്യത്തിന്റെ അവിടെ വയ്ക്കുക. അങ്ങനെ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതി വെക്കുക. വിഷൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിനേക്ക് വേണ്ടിയുള്ള സ്റ്റെപ്സ് നമ്മുടെ പ്ലാനറിൽ എഴുതി വെക്കുക. ഇപ്പോൾ ഒരു വിഷൻ ബോർഡിൽ ഒരു സ്കെച്ചും ഒരു പ്രിന്റ് ആയിട്ട് ഇപ്പോൾ ഒരു സ്കൂട്ടർ വാങ്ങണം എന്നൊരു വിഷൻ ബോർഡിൽ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം? എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് സേവ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ടാണോ നമ്മളത് എയിം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം കൂടി നമുക്ക് എഴുതി വെക്കുക. ഏതൊക്കെ പ്ലാൻ അതിലേക്ക് എത്തണം, അതിനാണ് നമ്മൾ പ്ലാനർ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് എഴുതാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പിന്നെ നമ്മൾ ഓരോ മാസത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, പിന്നെ അതിന്റെ റിസൾട്ടും കാര്യങ്ങളും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടും, ചിലപ്പോൾ അത്ര എത്തിയില്ലെങ്കിലും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെയും ഗുണങ്ങളും ഉണ്ടാവും. അതെങ്കിലും നമ്മൾ എഴുതി വെക്കുക ഈ പ്ലാനറിൽ, റിസൾട്ടിന്റെ ഭാഗത്തൊക്കെ. അപ്പോൾ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് നമ്മുടെ ലക്ഷ്യങ്ങളുടെ. വിഷൻ ബോർഡ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടും കാര്യമില്ല, അതൊരു റിയാലിറ്റി ബോർഡായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് വെക്കണം. അതായത് നമ്മളൊരു 6 മാസം മുമ്പ് വിഷൻ ബോർഡിൽ നമ്മൾ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ പ്രിന്റ് ചെയ്ത് എടുത്തു വെച്ചു. ഇനി റിയാലിറ്റി ബോർഡിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ? അതൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫോട്ടോസ്, അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു അവാർഡ് നേടിയെന്ന് വെക്ക്, നമ്മുടെ വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്നു. ആ അവാർഡ് നേടിയതിനു ശേഷം നമ്മൾ അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ തന്നെ എടുത്തു വെക്കുക, അല്ലെങ്കിൽ ഒരു ട്രോഫിയുടെ ഫോട്ടോ നമ്മുടെ റിയാലിറ്റി ബോർഡിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ സ്കൂട്ടർ ഇപ്പോൾ വിഷൻ ബോർഡിൽ ഉണ്ടായിരുന്നു, അത് റിയാലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ വാങ്ങിയ സ്കൂട്ടറിന്റെ ഫോട്ടോ എടുത്തിട്ട് വെക്കണം. അപ്പോൾ ഈ വിഷൻ ബോർഡും റിയാലിറ്റി ബോർഡും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇത് എത്രത്തോളം നമ്മുടെ റിയാലിറ്റിയിൽ വരുമ്പോൾ, പ്രാക്ടിക്കലിലോട്ട് വരുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ വിഷൻ ബോർഡിനേക്കാളും റിയാലിറ്റി ബോർഡാണ് നമ്മുടെ ആ ഒരു ജേർണി, നമ്മുടെ സക്സസ്, അതിനാണ് ഇമ്പോർട്ടന്റ്. അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ റിയാലിറ്റി ബോർഡിൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഈ രണ്ട് ബോർഡും കമ്പയർ ചെയ്യുമ്പോൾ അറിയാം നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ വിഷൻ ബോർഡ് പോലെ തന്നെ റിയാലിറ്റി ബോർഡ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ മാത്രമാണ് നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തു, നമ്മുടെ റിസൾട്ട്. പിന്നെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും കാണുന്ന രീതിയിൽ വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ഡ്രീംസും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രൈവസി ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോർഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. അതിന്റെ സൈസും കാര്യങ്ങളും ഒന്നും മാറ്റർ അല്ല. പ്ലാനറിലും വിഷൻ ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓരോ പേജിൽ 2-3 ഫോട്ടോ ഒക്കെ വീതം ഒട്ടിച്ചൊട്ടിച്ച് വിഷൻ ബോർഡ്, അല്ലെങ്കിൽ ഒരു വിഷൻ ബുക്ക് തന്നെ ആക്കാം. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു വലിയ ബോർഡ് ഉണ്ടാക്കാം. നമ്മുടെ ഐഡിയയും ക്രിയേറ്റീവും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പൈസ നമ്മൾ മുടക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വിഷൻ ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്താലും റിയാലിറ്റി ബോർഡിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. കാരണം അത് നമ്മൾ സ്വന്തം ഏൺ ചെയ്തതാണ്. നമ്മുടേതായ ഒരു പിക്ചേഴ്സിൽ ഉണ്ടാക്കുമ്പോൾ നല്ല രസമല്ലേ? ഈ റിയാലിറ്റി ബോർഡായിട്ട് ഉണ്ടാക്കേണ്ട, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സക്സസ് ജേർണി ഒക്കെ നമ്മുടെ അതിലെ മൊമെന്റ്സ് എല്ലാം ഫോട്ടോ എടുത്ത് ഒട്ടിച്ച് വെക്കുന്ന, നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ആ ഒരു റിയാലിറ്റി, നമ്മുടെ ആ ഒരു വിഷൻ ബുക്ക് വേണമെങ്കിൽ നമുക്ക് പ്ലാനർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ വർഷത്തിലും ഇത്ര സമയത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് വായിച്ചു നോക്കാം. അന്നേരം നമ്മൾ എടുത്ത ഫോട്ടോസ് ഒട്ടിച്ച് വെക്കുമ്പോഴൊക്കെ നമുക്ക് തന്നെ കുറെ പ്രൗഡ് മൊമെന്റ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് നമ്മുടെ ഈ ഒരു ജേർണി എന്ന് പറയുന്നത്, എന്ത് ജേർണി ആയിക്കോട്ടെ, ജോലിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും, പാട്ട് പാടുന്നവരാണെന്നുണ്ടെങ്കിലും, സ്പോർട്സ്മാൻ, അങ്ങനെ നമ്മുടെ പാഷനും നമ്മുടെ ഇൻട്രസ്റ്റും ഫീൽഡും ഒക്കെ എന്താണെന്നുണ്ടെങ്കിലും അതൊരു ജേർണിയാണ്. അതിന് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത് നല്ല രസകരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ മെമ്മറീസ് ആയിട്ട് ഇതൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട്
തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളായിരിക്കും. ഒരു സക്സസ് നേടാനായിട്ട് വിഷൻ ബോർഡും റിയാലിറ്റി ബോർഡും അല്ലെങ്കിൽ പ്ലാനറും ജേണലും ഒന്നും വേണമെന്നില്ല. മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായാൽ മതി. പക്ഷെ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങളും അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്ത് ക്ലാരിറ്റിയോട് കൂടി പോകണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് ഇഷ്ടമുള്ളവർ ഇത് ചെയ്ത് നോക്കുക. ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. കാരണം എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മൾ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷമുള്ള മാറ്റങ്ങളും. അപ്പോൾ ഏത് ഡ്രീം ആണെങ്കിലും ഏത് ഗോൾ ആണെന്നുണ്ടെങ്കിലും എവറി സ്റ്റെപ്പ് ഈസ് ഇമ്പോർട്ടന്റ്. ആ ഒരു ജേർണി എൻജോയ് ചെയ്ത് രസകരമായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം.